ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. സംസ്ഥാന സർക്കാരിനും പോലീസിനുമെതിരെ വിവിധ കോണുകളിൽ നിന്നുയരുന്ന ഗുരുതരമായ ആരോപണങ്ങളെ ജനാധിപത്യപരമായ രീതിയിൽ അഭിമുഖീകരിക്കാൻ തയ്യാറാകാത്ത മുഖ്യമന്ത്രിക്കും ഇടതുപക്ഷ സർക്കാരിനുമെതിരെ ജനകീയ പ്രതിഷേധം കടുപ്പിക്കുമെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി പറഞ്ഞു. മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പോലീസിനെതിരെ ഉയരുന്ന ആരോപണങ്ങളിൽ പ്രതികരണവുമായാണ് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി മലപ്പുറത്ത് മാധ്യമങ്ങളെ കണ്ടത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ സംഘപരിവാറിന്റെ വക്താവായി മാറിയിരിക്കുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു. സംസ്ഥാന സർക്കാരിനും പോലീസിനുമെതിരെ വിവിധ കോണുകളിൽ നിന്നുയർന്ന ഗുരുതരമായ ആരോപണങ്ങളെ ജനാധിപത്യപരമായ രീതിയിൽ അഭിമുഖീകരിക്കാൻ തയ്യാറാകാത്ത മുഖ്യമന്ത്രിക്കും ഇടതുപക്ഷ സർക്കാരിനുമെതിരെ ജനകീയ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. കുറ്റകൃത്യങ്ങളുടെയും സ്വർണ്ണക്കടത്തിൻ്റെയും കേന്ദ്രമായി മലപ്പുറം ജില്ലയെ ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ തുടർന്നു പോരുന്നുണ്ട്. ഇത് ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾക്ക് വഴിവെക്കുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണ പരിധിയിൽ വരേണ്ട കേസുകൾ കൃത്യമായ ഗൂഢാലോചനയിലൂടെ കേരള പോലീസിന്റെ കേസുകളാക്കി മാറ്റുകയാണെന്നും പിടിക്കപ്പെടുന്ന സ്വർണത്തിന്റെ വലിയ വിഹിതം പോലീസുകാർക്കിടയിൽ തന്നെ വീതം വയ്ക്കപ്പെടുന്നുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു. പുനരന്വേഷണം നടത്തണം. ആരാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്ന് കൃത്യമായി പുറത്തുവരണം. കേരള ജനത ഒരുമിച്ച് നിന്നുകൊണ്ട് വംശീയ വിദ്വേഷ രാഷ്ട്രീയത്തിനെതിരെ പ്രവർത്തിക്കുമ്പോൾ, പരാജയപ്പെടുത്താൻ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ, അത്തരം സാധ്യതകളൊന്നും വോട്ട് ബാങ്ക് കൊണ്ടില്ല എന്ന് വിലയിരുത്തിയ ഒരു മണ്ഡലത്തിൽ വിജയിക്കാൻ വളരെ വൈകാരികമായ ഒരു വിഷയം ഉണ്ടാക്കി കൊടുത്തത് ADGPക്ക് പങ്കുണ്ടോ എന്നത് അന്വേഷിക്കേണ്ടതാണ്. ഇത് അന്വേഷിക്കുമ്പോൾ ADGPനാണ് ഇരുത്തിയിട്ട് അന്വേഷണം സാധ്യമല്ല, അതിൽ സാങ്കത്യമില്ല എന്ന് തന്നെയാണ് നമുക്ക് വീണ്ടും പറയാനുള്ളത്. അതുകൊണ്ട് ADGPയെ മാറ്റി നിർത്തിക്കൊണ്ട് വളരെ കൃത്യമായ ജുഡീഷ്യൽ അന്വേഷണം നടക്കണം. മലപ്പുറം ജില്ലയിലെ ഒരു MLA ആണ് ഈ വിഷയം ആദ്യമായി, അല്ലെങ്കിൽ ഈ വിഷയത്തിന്റെ ചർച്ചകളിൽ ഒരു പോയിന്റ് ഉന്നയിച്ചിരിക്കുന്നത്. നേരത്തെ ഞങ്ങളിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മലപ്പുറം ജില്ലയിൽ ഈ വിഷയം ഉണ്ടായിരിക്കുന്ന ഘട്ടത്തിൽ തന്നെ വെൽഫെയർ പാർട്ടി പറഞ്ഞിട്ടുണ്ട്. ഫ്രട്ടേണിറ്റിയുടെ പ്രവർത്തകരെയൊക്കെ വളരെ ക്രൂരമായി മർദ്ദിക്കുകയും അറസ്റ്റുകയും ഒക്കെ ചെയ്ത ഘട്ടത്തിൽ, അതേപോലെ തന്നെ കാവൽ ജഫ്രിയുടെ കൊലപ്പെടുത്തപ്പെട്ട ഘട്ടത്തിലൊക്കെ ഞങ്ങൾ ഈ വിഷയം ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഇത് വീണ്ടും ചർച്ചയാകില്ല. അപ്പോൾ അദ്ദേഹത്തെ മാറ്റി നിർത്താൻ എന്താണ് ഭയം? ആരെയാണ് CPM ഭയപ്പെടുന്നത്? വളരെ ഗൗരവത്തിൽ എന്ന് പറഞ്ഞ പാർട്ടി സെക്രട്ടറി പെട്ടെന്ന് നിലപാട് മാറ്റുന്നു. എന്താണ് ഭയം? പോലീസിന്റെ ആത്മവീര്യം ചോർത്തുന്നു എന്ന ഒറ്റമൂലി ന്യായീകരണം കൊണ്ട് വിഷയത്തിന്റെ ഗൗരവം കുറയ്ക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. മുഖ്യമന്ത്രിയുടെ ചൂണ്ടുവിരലിന് മുമ്പിൽ PV അൻവർ കീഴടങ്ങിയാലും സംസ്ഥാനത്തെ ജനങ്ങൾ കീഴടങ്ങിയിട്ടില്ല എന്ന് മുഖ്യമന്ത്രി ഓർക്കണമെന്ന് റസാഖ് പാലേരി പറഞ്ഞു. ആരോപണ വിധേയരായ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ തലസ്ഥാനത്ത് നിന്ന് മാറ്റി അന്വേഷണം നടത്തുക, മുഖ്യമന്ത്രി സ്ഥാനമൊഴിയുക, തൃശൂർ പൂരം അട്ടിമറി ഉൾപ്പെടെ പോലീസിനെതിരെ ഉയർന്നുവന്ന ആരോപണങ്ങളിൽ സ്വതന്ത്രമായ ജുഡീഷ്യൽ അന്വേഷണം നടത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാന വ്യാപകമായി ശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങൾ വെൽഫെയർ പാർട്ടി സംഘടിപ്പിക്കുമെന്നും സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി പറഞ്ഞു. വെൽഫെയർ പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി KV സഫീർ ഷാ, ജില്ലാ ട്രഷറർ മുനീബ് കാരക്കുന്ന്, ജില്ലാ വൈസ് പ്രസിഡന്റ് കൃഷ്ണൻ കുനിയിൽ, ജില്ലാ സെക്രട്ടറി ആരിഫ് ചൂണ്ടയിൽ എന്നിവരും സംസ്ഥാന പ്രസിഡന്റിനൊപ്പം മലപ്പുറത്ത് വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.